ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ ജോൺസൺ വർക്കി. എൻ്റെ യൂട്യൂബ് ചാനൽ ജോൺസൺ വർക്കി എന്ന പേരിൽ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 13-ാം വാർഡിലാണ്. 13-ാം വാർഡിൽ തറചുറ്റിയിൽ ഷിബു അല്ലെങ്കിൽ സുനിൽ എന്ന് വിളിക്കുന്ന ഒരു കർഷകൻ്റെ ഏത്തവാഴ കൃഷി തോട്ടത്തിലാണ്. ഷിബുവിനെ കൂടാണ്ട് നിരവധിയായ ആളുകൾ ഇവിടെ ഏത്തവാഴ കൃഷി ചെയ്തിട്ടുണ്ട്. പല ആളുകളുടെയും ഏത്തവാഴ, മറ്റ് കൃഷി സാധനങ്ങൾ കഴിഞ്ഞ ദിവസത്തിലുണ്ടായ ശക്തമായ കാറ്റിലും ശക്തമായ വെള്ളപ്പൊക്കത്തിലും നശിക്കുകയുണ്ടായി. 2-3 ദിവസമായി ഇവിടെ വാഴത്തോട്ടത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഒട്ടുമിക്ക വാഴകളും ചീഞ്ഞ രൂപത്തിലാണ് ഇവിടെ കാണുവാൻ സാധിച്ചിരിക്കുന്നത്. 10,000, 2,000, 3,000 അല്ല ഇവിടെ വാഴ കർഷകർ ചെയ്തിരിക്കുന്നത്. സുനിലിൻ്റെ സ്വന്തമായി തന്നെ സുനിൽ ഏകദേശം 8,000-ന് മുകളിൽ വാഴ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേകദേശം ഒരു 10,000-2,000 വാഴയെടുത്ത് തന്നെ നശിച്ച രീതിയിലാണ്. ശക്തമായ കാറ്റും ആ കൂട്ടത്തിൽ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കം ഈ കർഷകരെ സംബന്ധിച്ച് വളരെയേറെ ദുരിതത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ്. സുനിലിൻ്റെ വാഴകൃഷി കഴിഞ്ഞ വർഷവും 10,000-15,000 വാഴ കഴിഞ്ഞ വർഷം അദ്ദേഹം വെച്ചതാണ്. കഴിഞ്ഞ വർഷവും അദ്ദേഹത്തിൻ്റെ വാഴ നല്ലൊരു ശതമാനം നഷ്ടപ്പെട്ടു പോവുകയുണ്ടായി. കർഷകനെ സംബന്ധിച്ച് വളരെയേറെ വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ വന്നാൽ കാണുന്നത്. ഇവിടെ മറ്റു കർഷകരും ഇവിടെ ഏത്തവാഴ കൃഷി ചെയ്തിട്ടുണ്ട്. നിരവധിയായ പറമ്പുകളിൽ ഇവിടെ പാട്ടത്തിനും അല്ലാതെയുമായി പല ആളുകളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ കൃഷിയിൽ ഭൂരിഭാഗവും വെള്ളം കയറി നശിച്ച രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. വിളവെടുപ്പായ ഈ ഏത്തവാഴ കൃഷിയിൽ അതിൻ്റെ ചുറ്റു സൈഡും കയറുപയോഗിച്ച് ഗോവണിയിൽ നിന്ന് എല്ലാ വാഴകളും കുത്തിക്കെട്ടി കാറ്റ് പിടിക്കാത്ത തരത്തിൽ ഉറപ്പിച്ച് നിർത്തിയിരുന്നതാണ്. പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 2-3 ദിവസമായി ഇവിടെ വെള്ളം മൂടിക്കിടക്കുകയും അതാണ് ഏറ്റവും കൂടുതൽ ഈ കർഷകരെ സംബന്ധിച്ച് ഇത്രയും നാശം ഇവിടെ ഉണ്ടാകാൻ കാരണം. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ പാടത്തിൻ്റെ വാഴയുടെ അകത്തേക്ക് ഇറങ്ങാൻ പാടില്ലാത്ത ഒരവസ്ഥയിലാണ്. അരയോളം തന്നെ ചില സ്ഥലങ്ങളിൽ ചെളിയുണ്ട്. ഉള്ളു സൈഡിലേക്ക് നിരവധിയായ വാഴകൾ ഒന്നിച്ച് അടിഞ്ഞു കിടക്കുന്ന കാഴ്ച ഇവിടെ കാണാൻ സാധിക്കുന്നു. നിരവധിയായ കർഷകർക്ക് ഇവിടെ നല്ലൊരു നഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സുനിലിൻ്റെ മറ്റ് കൃഷികളും വെള്ളത്തിലായ മട്ടിലാണ്. 1.5 ഏക്കർ സ്ഥലം അദ്ദേഹം പയർ കൃഷി ചെയ്തിരുന്നു. വള്ളിപ്പയർ, തട്ടപ്പയറല്ല, അതെല്ലാം തന്നെ ചീഞ്ഞ അവസ്ഥയിലാണ്. കുറച്ച് സ്ഥലത്തേക്ക് നമുക്ക് കാൽനടയിലൂടെ എത്തിവിടാൻ പറ്റാതെ കിടക്കുന്ന സ്ഥലമാണ്. വെള്ളം പൊങ്ങി കിടക്കുന്നു. ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കമാണ് കൂടുതലും കൃഷി ഇതുപോലെ നശിക്കാൻ കാരണം. ആ കൂട്ടത്തിൽ ശക്തിയായി അടിച്ച ചുഴലിക്കാറ്റ് പോലത്തെ കാറ്റിലും കുറേ വാഴകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കർഷകർ അനുഭവിക്കുന്ന യാതനകൾ നിരവധിയാണ്. മുഴുവൻ വെള്ളമായിരുന്നല്ലേ, മൊത്തം കയറി കിടക്കുമായിരുന്നല്ലേ, പകുതിയോളം. അങ്ങനെ കുറേ പഴുപ്പ് കയറിയിട്ടുണ്ട്, പഴുപ്പ് രാശിയുണ്ട്. അവിടെയൊക്കെ ഉണ്ട്, അപ്പുറം ഉണ്ടല്ലോ ആ സൈഡൊക്കെ. കാനയാണ് കാനയുണ്ട്, ഇറങ്ങി കയറാൻ കുഴപ്പമൊന്നുമില്ല.
എടുത്ത് വരട്ടെ. ശരിക്ക് 2-3 ദിവസം വെള്ളം കെട്ടി കിടന്നല്ലോ എൻ്റെ മേളിൽ മുഴുവൻ. അയ്യോ ഇത്രയും നമ്മൾ ത്യാഗം ചെയ്തിട്ട് കർഷകരുടെ വേദനയൊന്നും പുറംലോകം അറിയില്ല. ഇതുപോലെ കിടന്ന് പയറ്റി ഇത്രയും താങ്ങും തണലും ഈ സാധനവും കൊടുത്ത് കയറും കെട്ടി പിന്നെ അയ്യോ ഇത് കെട്ടി ഇങ്ങനെ നിർത്താന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തന്നെ നടന്ന് പോയപ്പോൾ തന്നെ അതുപോലെ താങ്ങ് 4 പാടും 4 സൈഡിലേക്കും കൊടുത്തേക്കുമല്ലോ. ഈ കെട്ടുകളെല്ലാം മൊത്തം മുക്കാലിയില ഏണിയിലായിരിക്കുമല്ലോ അല്ലേ, ഏണിയക്കരുന്നല്ലേ ചെയ്യണത്. ശരിക്കും പകുതിയോളം വെള്ളം കയറി പോയി വാഴയുടെ മൊത്തം. ഭാഗ്യത്തിന് ഇപ്പം ഇന്ന് ഇച്ചിരി കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് തറച്ചുറ്റിൽ സുനിലിൻ്റെ വാഴത്തോട്ടത്തിലാണ്. ഇവിടെ കാണുന്ന ദയനീയമായൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ആയിരക്കണക്കിന് വരുന്ന വാഴ വെള്ളം കയറി നശിച്ചതും നല്ല ശതമാനം വാഴ നിലം പതിച്ച് കാറ്റത്ത് നിലം പതിച്ചതുമായ അവസ്ഥയാണ്. 10,000-കണക്കിന് വാഴയാണ് ഇവിടെ ഓരോ ഭൂമുടമകൾ ഇവിടെ വെച്ചിരുന്നത്. സുനിലിൻ്റെ ഉടമസ്ഥയിൽ തന്നെ ഏകദേശം 10,000 അടുത്ത് വാഴ ഇവിടെയുണ്ട്. ഭൂരിഭാഗം വാഴകളും കാറ്റും പൊക്കവെള്ളം കയറിയതിനെ തുടർന്ന് ശക്തമായ മഴയും വെള്ളത്തിൻ്റെ ആധിക്യവും മൂലം കുറേ നശിച്ചു പോയിട്ടുണ്ട്. നിരവധിയായ കർഷകർ ഇവിടെ പാട്ടത്തിനും സ്വന്തമായിട്ടും കൃഷി ചെയ്തിട്ടുണ്ട്. ഭൂരിഭാഗം
ആളുകളും ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് വാഴ തന്നെയാണ്. 10,000, 2,000, 3,000 അതിനു മുകളിലേക്കും ഏത്തവാഴ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ കാണുന്ന ഈ കൃഷിസ്ഥലത്ത് 2-3 ദിവസമായി വെള്ളം കയറി നിന്നിരുന്ന അവസ്ഥയാണ്. വീഡിയോ തന്നെ നമുക്ക് കരഭൂമിയിൽ നിന്ന് മാത്രമേ എടുക്കാൻ സാധിക്കുന്നുള്ളൂ. കാരണം ചെളിയോടുകൂടി വാഴയുടെ അകത്തേക്ക് കയറി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. ഉള്ളിലേക്ക് മാറി ഒത്തിരി വാഴകൾ ഒടിഞ്ഞും, കൂടാതെ 2-3 ദിവസം ഇതുപോലെ വെള്ളം നിന്ന കാരണം കച്ചികൾ മുഴുവൻ ചീഞ്ഞ് ഉള്ള ഒരവസ്ഥയിലാണ് കാണുന്നത്. ഭൂരിഭാഗവും നശിച്ചു പോകാനാണ് ചാൻസ് എന്നാണ് സുനിൽ തന്നെ പറയുന്നത്. ഇതുകൂടാതെ ഈ കാറ്റും പെട്ടെന്നുണ്ടായ ഈ വെള്ളപ്പൊക്കമാണ് ഇത്രയ്ക്കും ഭീകരമായ ഒരു രീതിയിലേക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി തീർന്നത്. നമ്മൾ കാണുന്ന വാഴകൾ അതിഭീകരമായ തരത്തിലുള്ള ഗോവണി 1-2 പേര് പിടിച്ചാൽ മാത്രമേ ഈ ഗോവണി പൊങ്ങുകയുള്ളൂ. അതുപോലെ ഗോവണി വെച്ച് 4 സൈഡിലേക്കും കയർ ഉൾപ്പെടെ കുത്തിക്കെട്ടി നിർത്തിയിരിക്കുന്ന വാഴകളാണ്. എന്നിരുന്നാലും അതിൻ്റെ അകമ്പഴി കയറി നമുക്ക് നടന്ന് ഒരു വീഡിയോ എടുക്കാനോ അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുവാനോ സാധിക്കില്ല. കാരണം അരയോളം ചെളി തന്നെ വെള്ളക്കെട്ട് കാരണം ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. നിരവധിയായ വാഴകൾ ഇവിടെ ഒടിഞ്ഞു കിടപ്പുണ്ട്. കൊലയായതും ഏകദേശം ഭൂരിഭാഗം വാഴയും കൊലയായത് തന്നെയാണ്. ഓരോ കർഷകർ അനുഭവിക്കുന്ന യാതനകൾ നമ്മൾ നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അതുപോലെ താങ്ങ് 4 പാടും 4 സൈഡിലേക്കും കൊടുത്തേക്കുമല്ലോ. ഈ കെട്ടുകളെല്ലാം മൊത്തം മുക്കാലിയില ഏണിയിലായിരിക്കുമല്ലോ. അല്ലേ, ഏണിയക്കരയിൽ നിന്നല്ലേ ചെയ്യണത്. ശരിക്കും പകുതിയോളം വെള്ളം കയറി പോയി വാഴയുടെ മൊത്തം. ഭാഗ്യത്തിന് ഇപ്പം ഇന്ന് ഇച്ചിരി കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പയർ ചേട്ടൻ നട്ടാണല്ലേ? ഏകദേശം ഒരു എന്തോരം കാണും? 1.5 ഏക്കറുണ്ട്. 1.5 ഏക്കർ പയറുണ്ടല്ലേ? അത് മുഴുവൻ ഏകദേശം ഭൂരിഭാഗം തന്നെ പോയി. തലപ്പയറും വള്ളിപ്പോ തലപ്പയറൊക്കെ പോയി. പൊന്നിയൊന്നും നോക്കണ്ടേ, വെള്ളം കയറി പോയി. ഇത് ചേട്ടൻ്റെ വാഴയാണോ? ഏകദേശം 10,000-2,000 വാഴ ഉണ്ടെന്ന് തോന്നല്ലേ മൊത്തം? അത് ഇത് ചെറുവാഴ 2,000 ഉണ്ട്. അവിടെ അപ്പുറമൊക്കെ ഉണ്ട്. 2,000 വാഴ ഉണ്ട്. വളം ചെയ്യാൻ പോലെ കുറച്ച് സ്ഥലത്ത് പുളി വീണ് പോയിട്ടുണ്ടല്ലേ ഏട്ടാ? ആ, ഇവിടെ 14 അങ്ങനെ പോയിട്ടുണ്ട്. ഏത് വിധേനയാണേലും
പോയി കിട്ടിയാലേ സമാധാനം ഉണ്ടാവുള്ളൂ കാറ്റിന്. ആ ഓ, ഈ ഗോവണി വെച്ച് ഇതിന്റെ മേളിൽ കയറി കവട ഇട്ട് മൊത്തം കെട്ടി. എന്റെ പൊന്നോ, ഒരു മനുഷ്യനെ അനുഭവിക്കണേ, കർഷകൻ അനുഭവിക്കണേ ദുരിതം എന്ന് പറഞ്ഞാൽ ഇതാണ് ദുരിതം. ആ, ഈ ഗോവണി എടുത്തോണ്ട് നടക്കാന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പറ്റിയല്ല ശരിക്കും പറഞ്ഞ. അല്ല ഇവിടെ ന്യായമായിട്ട് വാഴ പോയിട്ടുണ്ടല്ലേ? 400 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പുറത്തെ സൈഡിലേക്കുള്ളതും പോയിട്ടുണ്ടല്ലേ? അതിലെ കടന്നങ്ങ് പോകാൻ പറ്റിയല്ലോ. വെള്ളം കിടക്കണം. അവിടെ വെള്ളം പൊങ്ങി കിടക്കുക. ആ, ഇത് കാറ്റടിച്ച് പോയതാണ്. മുഴുവൻ കൊല വാഴകളാണ് സുനിൽ, ഞാൻ വെള്ളൂർ പഞ്ചായത്ത് 13-ാം വാർഡിൽ ഏകദേശം ഒരു 8-9 ഏക്കറോളം കൃഷി ചെയ്തിട്ടുണ്ട്. അതിലൊരു 6000-7000 അത്തോളം നനയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ 2 ഏക്കറോളം പയറുണ്ടായിരുന്നു. ഏകദേശം വെള്ളം കയറി പയറും പോയി. അതുപോലെ കാറ്റത്ത് ഒരു 10-400 വാഴ ഒടിയുകയും പിന്നെ ബാക്കിയുള്ള വാഴ മുഴുവൻ വെള്ളവും കയറി. ഏകദേശം വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇനി രക്ഷപ്പെടാൻ പാടാണ്. എന്ന് വെച്ചാൽ വാഴയുടെ ചൂടൊക്കെ പോയി അങ്ങനെ പഴുത്ത ലക്ഷണം എല്ലാം കയറി കെട്ടി കംപ്ലീറ്റ് പണി തീർന്ന് കിടക്കുന്ന വാഴ. ഇതിനുള്ള അയലോക്കത്ത് ഇങ്ങനെ റബ്ബർ കുറേ പറഞ്ഞു. അങ്ങനെ കുറേ 10-50 വാഴ അങ്ങനെ പോയി. പുളി വീട് കുറേ വാഴ പോയി. കുറേ വാഴ ഏകദേശം ഒരു 10,000 മേളിൽ വാഴ ഇപ്പുറത്തെ സൈഡിലേക്ക് 5-6 ലക്ഷം രൂപ കൂടെ പറമ്പിലും മുടക്കിയേക്കണേ ഞാനാ. ഈ ഇത് തിരിച്ച് ഒരു രക്ഷയില്ല. ഇനി പാകപ്പാടെ ഒരുവക്കടായി കർഷകരെ സംബന്ധിച്ച് ആകെ ദുരിതം അനുഭവിക്കുന്ന രീതിയിലേക്കായി. ഞാൻ എന്നെപ്പോലെ തന്നെ എൻ്റെ കൂട്ടുകാരന്മാർ ഒത്തിരി പേര് ഇവിടെ നിൽക്കുന്ന ഈ കൂട്ടുകാരെല്ലാവരും കൃഷി ചെയ്തേക്കാരാണ്. ഒത്തിരി അവരെയൊക്കെ കൃഷി കൃഷിയുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള സ്ഥലത്ത് പോകുമ്പോൾ അല്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത്രയും കൃഷി. ഇവിടെ 10,000-കണക്കിന് വാഴയാണ് ഇവിടെ നിൽക്കുന്നത്. 1-2 അല്ല, അത് മുഴുവൻ എല്ലാം വെള്ളത്തിൽ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 2 ദിവസത്തെ തോർച്ച കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് മാറി നിൽക്കണം അല്ലേ? 2 ദിവസം തോർച്ച കൊണ്ട് ആ വെള്ളം പെട്ടെന്ന് ഇറങ്ങി പോകണോണ്ട് അങ്ങനെ കുറച്ച് താന്നിക്കുന്നത് മാത്രമേ ഉള്ളൂ. വെയിറ്റ് വെള്ളം പെട്ടെന്ന് കെട്ടിക്കിടക്കുന്ന സ്ഥലം ഇവിടെ. ആ, എല്ലാം കൊലയായ തോട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വെള്ളം പറ്റിത്തീരണ്ടേ? എത്ര ഏരിയ വെള്ളം പറ്റുന്ന ഏരിയ കൂടുതലുള്ളതുകൊണ്ടേ മഴ മാറിയ വെള്ളം പെട്ടെന്ന് പറ്റിപ്പോകും. പക്ഷെ മഴ മാറുന്നില്ല. അതുപോലത്തെ മഴ പെയ്തുകൊണ്ടാണ് നമുക്ക് കൃഷി ഇത്ര നാശം വന്നത്. പയറുണ്ടായിരുന്നല്ലേ? പയറ് ഒരു 1-2 ഏക്കറുടെ അടുത്ത് പയറുണ്ടായിരുന്നു. വെള്ളം കയറി എല്ലാം ചീഞ്ഞ് വള്ളി മാത്രമായി. കർഷകരുടെ അവസ്ഥ ഇതാണ്. ഈ വാഴയുടെ ഉടമയുടെ പേരുണ്ട്. ഇത് മൊത്തം പകുതിയോളം വെള്ളമായിരുന്നു അല്ലേ? നിറഞ്ഞ ഇപ്പോഴൊരു കുറേ ഭാഗം ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടല്ലോ. മൊത്തം വെള്ളം വന്നല്ലേ? അയ്യോ, ഇതിൻ്റെ ഈ സ്ഥല ഉടമയുടെ പേരണ ശശിധരൻ അല്ലേ? വീട്ടുപേരനാ പുള്ളിയുടെ? ശാന്തി ഭവൻ. ഇത് അവിടം വരെ ഉണ്ടല്ലേ? 1-1.5 ഏക്കർ 2 ഏക്കർ സ്ഥലം മൊത്തം വാഴ വെച്ചേക്കണം. അത് പകുതിയോളം മൊത്തം പോയി. എൻ്റെ പൊന്നു, മൊത്തം. അല്ല, ഇത് മിക്കവാറും എല്ലാം തന്നെ പഴുത്തൊടിഞ്ഞെന്ന് പറഞ്ഞാൽ മൊത്തം പഴുത്തു പോയല്ലോ. അത് 3-4 ദിവസമായില്ല ഇപ്പോൾ വെള്ളം വന്ന് നിൽപ്പ് തുടങ്ങിയിട്ട്. അത് അങ്ങോട്ട് പോകാൻ നമുക്ക് നിർവാഹമില്ല. കാരണം അവിടെ അങ്ങോട്ട് വെള്ളം മുഴുവൻ പൊങ്ങി കിടക്കുക. 1-1.5 ഏക്കർ സ്ഥലം മൊത്തം റബ്ബർ ഇതേ രീതിയിലുള്ള വാഴ നിൽക്കുന്നതാണ്.